നമുക്കറിയാവുന്നതുപോലെ തന്നെ നാളെ ശബരിമല നട തുറക്കാൻ പോവുകയാണ്. ഇനിയുള്ള കാലഘട്ടം മണ്ഡലകാലമാണ്. അതിനുശേഷം മകരവിളക്കുൾപ്പെടെയുള്ള ഉത്സവങ്ങൾ വരാൻ പോകുന്നു. ഈ സമയത്ത് ശബരിമല തീർത്ഥാടകരെ എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്ന ഗവേഷണത്തിലാണ് നമ്മുടെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരുമൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരെ പിഴിയുക എന്ന ലക്ഷ്യത്തോടുകൂടി 7 ഇടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 24 മണിക്കൂർ ഉള്ള ചെക്ക് പോസ്റ്റുകളാണ് വരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, ഈ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി നാളെ നട തുറക്കാനിരിക്കുകയാണല്ലോ ഇത്തരം ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഈ ഭക്തരിൽ നിന്നും കൂടുതൽ പൈസ ഉൾപ്പെടെ ഈടാക്കുക എന്നുള്ളതാണോ, അതോ മറ്റെന്തെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ഇതിന് ദേവസ്വം ബോർഡും സർക്കാരും വിശദീകരിക്കുന്നുണ്ടോ? ഗൗതം, ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. ആ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അവരുടെ എല്ലാ അതായത് ഇത്തരത്തിൽ ഭക്തരെ എങ്ങനെ പിഴിയാം അല്ലെങ്കിൽ ഭക്തരെ എങ്ങനെ ദ്രോഹിക്കാം എന്നത് അതിൻ്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഭക്തരെ പിഴിയുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങൾ, അതായത് അന്തർ സംസ്ഥാന ഭക്തരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. നമുക്കറിയാം, ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ഈ തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. അങ്ങനെ എത്തുന്ന ഭക്തരിൽ നിന്ന് എങ്ങനെ പരമാവധി പണം സമ്പാദിക്കാം എന്നതാണ് സംസ്ഥാന സർക്കാർ എല്ലാ കാലവും നോക്കുന്നത്. അത് അമിത ടിക്കറ്റ് ചാർജ് അടക്കം നിർത്തിക്കൊണ്ടാണ് നടത്തുന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ കൂടി ഇത്തരത്തിൽ നീക്കം നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് 7 ചെക്ക് പോസ്റ്റുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ 7 ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പണം പിഴിയുവാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് വയനാട്, കണ്ണൂർ, വാളയാർ, ഗോപാലപുരം, ഗോവിന്ദപുരം, വഴിക്കടവ് എന്നിങ്ങനെയാണ് ഈ സ്ഥലങ്ങൾ. എന്നിവിടങ്ങളിൽ നിന്നായിട്ടാണ് 7. അതിൽ വയനാട് 2 ഇടങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ, അതായത് വാളയാർ, ഗോപാലപുരം, ഗോവിന്ദപുരം, കണ്ണൂർ, വഴിക്കടവ് എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലുമായിട്ടാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റിലൂടെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ് തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഔദ്യോഗികമായിട്ട് തന്നെ അത് രേഖയായി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കടന്നു വരുന്ന ഭക്തരുടെ വാഹനങ്ങൾ അടക്കം നിരീക്ഷിക്കുകയും അവിടെ നിന്നും പിഴ അടക്കം ഈടാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പിഴ ഈടാക്കിക്കൊണ്ട് ഭക്തരിൽ നിന്ന് പരമാവധി ദ്രോഹിക്കുക അല്ലെങ്കിൽ പരമാവധി പിഴിയുക എന്നത് വേണം നമുക്ക് അറിയാൻ കഴിയുന്നതാണ്.